സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് വേണ്ടി 25 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് PSC പുതുതായിട്ട് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാം മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. 25 ചോദ്യങ്ങൾ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കാനുള്ളത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഹൈഡ്രജൻ മൂലകത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇതിനകത്ത് 4 പ്രസ്താവന തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈഡ്രജൻ മൂലകത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം സ്വയം കണ്ടെത്താം. അപ്പോൾ ഇനി നമുക്ക് ഓരോ പ്രസ്താവന വെച്ച് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന നോക്കുക. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ്. അപ്പോൾ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന ഹൈഡ്രജനാണ്. ഒന്നാമത്തെ പ്രസ്താവന കറക്റ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന നോക്കുക. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിലും സൂര്യനിലും ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കുക. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഹൈഡ്രജനാണോ? ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഹൈഡ്രജൻ അല്ല. പിന്നെ ഏത് മൂലകമാണ്? ഓക്സിജനാണ്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഓക്സിജനാണ്, ഹൈഡ്രജൻ അല്ല. അപ്പോൾ ഈ മൂന്നാമത്തെ പ്രസ്താവന ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ 3 ഇവിടെ തെറ്റിപ്പോയി. ഇനി 4 നോക്കുക. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഹൈഡ്രജനാണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. അപ്പോൾ ഇതിനകത്ത് 1, 2, 4 ഹൈഡ്രജൻ മൂലകത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ ഈ 1, 2, 4 അടങ്ങിയ ഓപ്ഷൻ, അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മെലിഞ്ഞ രോഗം അഥവാ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ്? ഓപ്ഷൻ ഡി, എയ്ഡ്സ് ആണ്. മെലിഞ്ഞ രോഗം അഥവാ സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖമാണ് എയ്ഡ്സ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യയ്ക്കാണ് ഒരു ആശാ പ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി, 1000 ജനങ്ങൾക്കാണ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് 1000 ജനസംഖ്യയ്ക്കാണ് ഒരു ആശാ പ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്. 1000 പോപ്പുലേഷന്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ശരിയായ പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ വീഡിയോ നിങ്ങളോട് പോസ് ചെയ്യുക, സ്വയം ഉത്തരം കണ്ടെത്തുക, ഓരോ പ്രസ്താവനയും വായിച്ചു നോക്കുക. ശരിയാണെങ്കിൽ അതിന് ടിക്ക് ചെയ്യുക. എന്നിട്ട് ആ പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ ആയിരിക്കും ആൻസറായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് 2, 3, 4 കറക്റ്റായ പ്രസ്താവനകൾ. അപ്പോൾ ഇനി നമുക്ക് ഓരോ പ്രസ്താവന വെച്ച് നോക്കാം. കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം മുതലമട തന്നെയാണ്. കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? മുതലമടയാണ്. പക്ഷെ അത് കഴിഞ്ഞ് പറയുന്ന ഭാഗമുണ്ടല്ലോ, ഈ മുതലമട എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലല്ല. മുതലമട പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം മുതലമട തന്നെയാണ്. പക്ഷേ ഈ മുതലമട പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ഇവിടെ അത് വേറൊരു ജില്ല എന്ന് തെറ്റിച്ച് വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ 1 തെറ്റിപ്പോയി. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കുക. കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്, നെല്ലിയാമ്പതിയാണ്. ഈ നെല്ലിയാമ്പതിയും പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം നെല്ലിയാമ്പതി, പാലക്കാട് ജില്ലയിൽ. അപ്പോൾ 2 ശരിയാണ്. ഇനി 3 നോക്കുക. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശമാണ് ചിറ്റൂർ. ഈ ചിറ്റൂരും എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ 3 ശരിയാണ്. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ചിറ്റൂർ, പാലക്കാട് ജില്ലയിലാണ്. നാലാമത്തത് നോക്കുക. കേരളത്തിൽ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാട്ടുപ്പെട്ടിയിലാണ്. ഈ മാട്ടുപ്പെട്ടി ഇടുക്കി ജില്ലയിലാണ്. കറക്റ്റാണ്. അപ്പോൾ കേരളത്തിൽ കന്നുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാട്ടുപ്പെട്ടിയിലാണ്, ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ 2, 3, 4 കറക്റ്റ്. സോ അതടങ്ങിയിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സംയോജിത ശിശു വികസന സേവന പദ്ധതി ICDS ആരംഭിച്ച വർഷമേത്? ഓപ്ഷൻ ബി, 1975 സംയോജിത ശിശു വികസന സേവന പദ്ധതി ICDS ആരംഭിച്ച വർഷമാണ് 1975. ആറാമത്തെ ക്വസ്റ്റ്യൻ. DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? ഓപ്ഷൻ ബി,
വില്ലൻ ചുമയെ ഇവിടെ തന്നിട്ടുള്ള വില്ലൻ ചുമയെ പ്രതിരോധിക്കാനാണ് DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത്. നമുക്കറിയാം DPTയുടെ ഫുൾ ഫോം എന്താണ്? ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ് എന്നീ 3 രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് DPT വാക്സിൻ നൽകുന്നത്. ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ് എന്നീ 3 രോഗങ്ങൾ പ്രതിരോധിക്കാനാണ്. അപ്പോൾ അതിനകത്ത് വില്ലൻ ചുമ അത് തന്നെയാണ് പെർട്യൂസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വില്ലൻ ചുമ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ആൻസർ വില്ലൻ ചുമ അഥവാ പെർട്യൂസിസ്. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യരിലെ വിവിധ തരം പല്ലുകളും അവയുടെ എണ്ണവും ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇത് PSC പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. വിവിധ തരം പല്ലുകൾ എത്ര എണ്ണമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു വച്ചിരിക്കാം. അപ്പോൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം, ഉത്തരം സ്വയം കണ്ടെത്താം. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഉളിപ്പല്ലുകൾ, മനുഷ്യരിലെ ഉളിപ്പല്ലുകൾ, അതായത് നമ്മൾ ഒരാൾ ചിരിക്കുമ്പോൾ ഏറ്റവും മുമ്പിലായിട്ട് കാണുന്ന പരന്ന പല്ലുകളാണ് ഉളിപ്പല്ലുകൾ. അപ്പോൾ ഉളിപ്പല്ലുകൾ ആകെ എത്ര എണ്ണം ഉണ്ട്? 8 ഉളിപ്പല്ലുകളാണ് മനുഷ്യരുള്ളത്. മുകളിൽ 4, താഴെയും 4. അപ്പോൾ അങ്ങനെ ഉളിപ്പല്ലുകൾ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം. അപ്പോൾ സിയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. ഇനി 2 നോക്കുക, കോമ്പല്ലുകൾ. കോമ്പല്ലുകൾ ഈ ഉളിപ്പല്ലുകളുടെ 2 സൈഡിലുമായിട്ട് കാണുന്നതാണ് കോമ്പല്ലുകൾ. അപ്പോൾ ഈ കോമ്പല്ലുകൾ മുകളിൽ 2, താഴെയും 2, അങ്ങനെ 2, 2, 4 കോമ്പല്ലുകളാണുള്ളത്. അപ്പോൾ 2A ബന്ധപ്പെട്ടിരിക്കുന്നു. 2A കോമ്പല്ലുകൾ 4 എണ്ണം. ഇനി ചർവണകങ്ങൾ, അഗ്രചർവണകങ്ങൾ, ഇവ രണ്ടും നമ്മൾ അണപ്പല്ലുകൾ എന്ന് പറയുന്നതാണ് അവ. അപ്പോൾ അതിനകത്ത് ചർവണകങ്ങൾ എന്ന് പറയുന്നത് എത്ര ചർവണകങ്ങളാണ് മനുഷ്യരിലുള്ളത്? 12 ചർവണകങ്ങളാണ് മനുഷ്യരുള്ളത്. അതായത് ഒരു സൈഡിൽ മുകളിൽ ഒരു സൈഡിൽ 3, അപ്പുറത്തെ സൈഡിൽ 3, 3, 3, 6, താഴെയും അതുപോലെ 6, അങ്ങനെ 6, 6, 12 ചർവണകങ്ങൾ ഉണ്ട്. 12 ചർവണകങ്ങൾ. ഇനി ബാക്കിയുള്ളത് അഗ്രചർവണകങ്ങളാണ്. അപ്പോൾ അതായത് ഏറ്റവും അഗ്രത്തായിട്ട് സ്ഥിതി ചെയ്യുന്നവയാണ് അഗ്രചർവണകങ്ങൾ. അപ്പോൾ ഈ അഗ്രചർവണകങ്ങളുടെ എണ്ണം 8 ആണ്. ആകെ 8 അഗ്രചർവണകങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് ഡിയുമായിട്ട് ചേർക്കാം. അപ്പോൾ അഗ്രചർവണകങ്ങളും മുകളിലത്തെ ഒരു സൈഡിൽ 2 എണ്ണം, അങ്ങനെ അപ്പുറത്തെ സൈഡിൽ അങ്ങനെ 2, 2, 4, താഴെയും 4, അങ്ങനെ 4, 4, 8 അഗ്രചർവണകങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ആൻസർ ബി ആണ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ്? ഓപ്ഷൻ എ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ്. ഓങ്കോളജി ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ജനീവയിലാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡിലാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. അപ്പോൾ വീണ്ടും ചേരുംപടി ചേർക്കാനുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനകത്ത് വിവിധ പഠന വിഭാഗങ്ങൾ അത് ഏതിനെക്കുറിച്ച് ആണ് പഠിക്കുന്നത്, അത് ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം, ഉത്തരം സ്വയം കണ്ടെത്താം. ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്കറിയാം ആർത്രോളജി എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ്. സന്ധികളെക്കുറിച്ചുള്ള പഠനമാണ് ആർത്രോളജി. പഠിച്ചു വെക്കുക. ആർത്രോളജി സന്ധികളെക്കുറിച്ചുള്ള പഠനമാണ്. മയോളജി എല്ലാവർക്കും അറിയാം, എപ്പോഴും ചോദിക്കുന്നതാണ്. മയോളജി പേശികളെക്കുറിച്ചുള്ള പഠനമാണ്. മയോളജി പേശികളെക്കുറിച്ചുള്ള പഠനമാണ്. ഇനി ഓട്ടോളജി നമുക്കറിയാം. ഓട്ടോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ചെവിയെക്കുറിച്ചുള്ള പഠനമാണ്. ഓട്ടോളജി ചെവിയെക്കുറിച്ചുള്ള പഠനമാണ്. ഫ്രിനോളജി തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ്. ഫ്രിനോളജി തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ എല്ലാ പഠനശാഖകളും നമ്മൾ പഠിച്ചു വച്ചിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലോക ജനസംഖ്യാ ദിനം എന്നാണ്. ഇതൊക്കെ PSC ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു തന്നെയാണ്. ലോക ജനസംഖ്യാ ദിനം എന്നാണ്. ഓപ്ഷൻ ഡി ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമാണ്. ജൂലൈ 11. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? PSC ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി വൈറസ് ആണ്. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി വൈറസ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ സൂക്ഷിക്കണം, തെറ്റായ പ്രസ്താവന അടങ്ങുന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം, ഉത്തരം സ്വയം കണ്ടെത്തുക. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് തെറ്റിപ്പോയിരിക്കുന്നത് 1ഉം 4ഉമാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. 1ാമത്തെ പ്രസ്താവന നോക്കുക. ഹൃദയ അറകളുടെ സങ്കോചമാണ്. എന്താണ് ഹൃദയ അറകളുടെ സങ്കോചം? ഏത് പേരിൽ അറിയപ്പെടുന്നു? സിസ്റ്റളി എന്നാണ്. ഹൃദയ അറകളുടെ സങ്കോചമാണ് സിസ്റ്റളി. ഇവിടെ ഇത് തെറ്റിച്ച് തന്നിരിക്കുന്നു.
ഇനി ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥയാണ് ഡയസ്റ്റളി. അപ്പോൾ ഹൃദയ അറകളുടെ സങ്കോചം സിസ്റ്റളിയും ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥ ഡയസ്റ്റളിയുമാണ്. അപ്പോൾ ഇവിടെ അത് ഹൃദയ അറകളുടെ സങ്കോചം ഡയസ്റ്റളി എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ ഈ 1 തെറ്റിച്ച് തന്നിരിക്കുന്നു. 2 നോക്കുക. ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം 0.8 സെക്കൻഡാണ്. നമുക്കറിയാം കറക്റ്റായ പ്രസ്താവനയാണ്. ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയമാണ് 0.8 സെക്കൻഡ്. ഇനി 3ാമത്തെ പ്രസ്താവന നോക്കുക. മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. 120/80 mm ഹൈഡ്രാജറമാണ്. മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദമാണ് 120/80 mm Hg. അപ്പോൾ ഈ 3 കറക്റ്റാണ് കേട്ടോ. ഇനി 4 നോക്കുക. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? റെനെ ലെനക്കാണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? റെനെ ലെനക്ക്. ഇവിടെ അത് തെറ്റിച്ച് വേറൊരാളുടെ പേര് തന്നിരിക്കുന്നു. അപ്പോൾ ഈ 4 തെറ്റിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? 1ഉം 4ഉം. സോ 1ഉം 4ഉം അടങ്ങിയ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെ? ഓപ്ഷൻ സി രാമകുണ്ടത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? രാമകുണ്ടം, തെലങ്കാന. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് എവിടെ? ഓപ്ഷൻ ഡി നാസിക്കിലാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമല്ല, ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ സ്ഥലമാണ് നാസിക്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ഡി ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന പുസ്തകം എഴുതിയത് ഗ്രാൻവിൽ ഓസ്റ്റിൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ വീണ്ടും ഒരു 4 പ്രസ്താവന വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ശരിയായ പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ഉത്തരം സ്വയം കണ്ടെത്തുക. ഇനി ഇവിടുത്തെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് 1ഉം 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഇനി നമുക്ക് ഓരോ പ്രസ്താവന വെച്ച് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ്സുള്ള കോശം നാഡീകോശമാണ്. കറക്റ്റായ പ്രസ്താവനയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ആയുസ്സുള്ള കോശം നാഡീകോശമാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളമുള്ള കോശം നാഡീകോശമാണ്. 4ൽ പറയുന്നതാണ്. അപ്പോൾ 1ഉം 4ഉം കറക്റ്റാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ആയുസ്സുള്ള കോശം നാഡീകോശം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളമുള്ള കോശം നാഡീകോശം. ഇനി 2, 3 നോക്കുക. സർട്ടോറിയസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ പേശി. കറക്റ്റായ പ്രസ്താവനയാണോ? കറക്റ്റാണ്. നമുക്കറിയാം സർട്ടോറിയസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ പേശിയാണ് സർട്ടോറിയസ്. അപ്പോൾ ഈ 2 കറക്റ്റാണ്. ഇനി 3 നോക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ഇവിടെ അത് തെറ്റിച്ച് തന്നിരിക്കുന്നു. ഫീമറും തെറ്റിച്ച് തന്നിരിക്കുന്നു. നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ, തുടയല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ്. അപ്പോൾ ഈ 3 നമുക്ക് ഇവിടെ തെറ്റിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ 3 മാത്രമാണ് തെറ്റുള്ളത്. ബാക്കി 1, 2, 4 കറക്റ്റാണ്. സോ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് 1ഉം 2ഉം 4ഉം അടങ്ങിയ ഓപ്ഷൻ എ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ സി തൈറോക്സിനാണ്. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. இந்த ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ, ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ ഡി തൈക്കാട് അയ്യാവാണ്. இந்த ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ, ഇങ്ങനെ പറഞ്ഞത് തൈക്കാട് അയ്യ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചതല്ലാത്ത സഭകൾ കണ്ടെത്തുക. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചതല്ലാത്ത സഭകൾ അടങ്ങുന്ന, അതിൻ്റെ നമ്പർ അടങ്ങുന്ന ആ ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം, ഉത്തരം സ്വയം കണ്ടെത്താം. ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അതായത് ഹിന്ദു പുലയ സമാജവും പുലയ മഹാസഭയും ഇപ്പോൾ ഇതിനകത്ത്
പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചതല്ലാത്ത സഭകളാണ്. അപ്പോൾ ബാക്കിയുള്ള സഭകൾ, അതായത് കല്യാണദായിനി സഭ, സന്മാർഗ പ്രദീപ സഭ, ബാലസമുദായ പരിഷ്കാരിണി സഭ, ഇവയെല്ലാം സ്ഥാപിച്ചത് ആര് തന്നെയാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഇനി അതുപോലെ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് ആരാണ്? നമുക്കറിയാം കുറുമ്പൻ ദൈവത്താനാണ് ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത്, കുറുമ്പൻ ദൈവത്താനും. പുലയ മഹാസഭ സ്ഥാപിച്ചത് അയ്യങ്കാളിയുമാണ്. അപ്പോൾ പുലയ മഹാസഭ അയ്യങ്കാളിയും, ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താനുമാണ്. അപ്പോൾ ഈ 3ഉം 4ഉമാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചതല്ലാത്ത സഭകൾ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഓപ്ഷൻ സി, നീലേശ്വരമാണ്. കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് നീലേശ്വരം. 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പച്ചക്കറി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ, വാരണാസിയിലാണ് ഇന്ത്യൻ പച്ചക്കറി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്, വാരണാസിയിൽ. 23ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ ABCD എന്ന് പറയുന്ന പ്രസ്താവന, അപ്പോൾ അതിനകത്ത് ഒരെണ്ണം മാത്രമാണ് തെറ്റുള്ളത്. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് ഓക്കെ, നമുക്ക് ബാക്കിയുള്ള പ്രസ്താവന നോക്കാം. വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002 കറക്റ്റായ പ്രസ്താവനയാണ്. വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002. ഇനി സി നോക്കുക. വല്ലാർപാടം, കടമക്കുടി എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. വല്ലാർപാടം, കടമക്കുടി എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. കറക്റ്റായ പ്രസ്താവനയാണ്. ഡി നോക്കുക. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായൽ തീരത്താണ്. അതും കറക്റ്റായ പ്രസ്താവനയാണ്. വൈക്കം ക്ഷേത്രം വേമ്പനാട് കായൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ബി നോക്കുക. പെരുമൺ തീവണ്ടി അപകടം നടന്നത് ഏത് കായലിലാണ്? വേമ്പനാട്ട് കായലിലാണോ? അല്ല, അത് കൊല്ലം ജില്ലയിലാണ്. നമുക്കറിയാം അഷ്ടമുടി കായലിലാണ് പെരുമൺ തീവണ്ടി അപകടം നടന്നത്. അഷ്ടമുടി കായലിലാണ്, കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഇവിടെ ബി ആണ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. ഇത് ആര് പറഞ്ഞതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാതെ VT ഭട്ടതിരിപ്പാട് പറഞ്ഞാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന വിവാദ പ്രസ്താവന VT ഭട്ടതിരിപ്പാട് നടത്തിയത് ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ ബി, ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന വിവാദ പ്രസ്താവന VT ഭട്ടതിരിപ്പാട് നടത്തിയത് ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട്, ഗുരുവായൂർ ക്ഷേത്രപ്രവേശന ജാഥയ്ക്കിടെ പറഞ്ഞതാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഇതിനകത്ത് 4 പ്രസ്താവന വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ശരിയായ പ്രസ്താവന അടങ്ങുന്ന ഓപ്ഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം, ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ അതായത് 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ നമുക്ക് ഇനി ഓരോന്ന് വെച്ച് നോക്കാം. ഒന്ന് നോക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടി തുടങ്ങിയ വർഷം ഏത് വർഷമാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടി തുടങ്ങിയത്? 1935 1925 ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടി തുടങ്ങിയ വർഷമാണ് 1925. അപ്പോൾ അതിവിടെ തെറ്റിച്ച് വന്നിരിക്കുന്നു. സോ ഒന്ന് ഇവിടെ തെറ്റിപ്പോയി. 2, ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടി തുടങ്ങിയ വർഷം എല്ലാവർക്കും അറിയാം 1853 ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടി തുടങ്ങിയ വർഷമാണ് 1853. 3 നോക്കുക. അപ്പോൾ 2 ശരിയാണ്. 3 നോക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടന്ന വർഷം ഏത് വർഷമാണ്? ഇന്ത്യയിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടന്ന വർഷം 1881 തന്നെയാണ്. അപ്പോൾ ഈ 3 കറക്റ്റാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടന്ന വർഷമാണ് 1881. ഇനി 4 നോക്കുക. അന്റാർട്ടിക്കയിൽ ആദ്യ പര്യവേഷണം ഇന്ത്യ ആരംഭിച്ചത് ഏത് വർഷമാണ്? 1991 അല്ല. അപ്പോൾ ഇവിടെ 1991 തന്നിരിക്കുന്നു. അപ്പോൾ അത് തെറ്റിച്ച് തന്നിരിക്കുന്നു. ഇനി ഏത് വർഷമാണ് അന്റാർട്ടിക്കയിൽ ഇന്ത്യ ആദ്യ പര്യവേഷണം നടത്തിയത്, ആരംഭിച്ചത്? 1981 അന്റാർട്ടിക്കയിൽ ആദ്യ പര്യവേഷണം ഇന്ത്യ ആരംഭിച്ചത് 1981. അപ്പോൾ ഇവിടെ 1ഉം 4ഉം തെറ്റിച്ച് വന്നിരിക്കുന്നു. നമ്മളോട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനകളായ 2ഉം 3ഉം അടങ്ങുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ഫ്രണ്ട്സ്.